എല്ലാവർക്കും ജിജീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന മീൻകറിയാണ്. കൊറിയൻഡർ, പെപ്പർ, ഫിഷ് കറി. പിന്നെ ഇതിനകത്ത് നമ്മൾ പച്ചമുളകും ചേർക്കുന്നില്ല. അതിന് പകരം ചേർക്കുന്നത് തൊണ്ടൻ മുളക്, അതായത് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മുളകാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത്. അപ്പം നമ്മൾ പലതരത്തിലുള്ള മീൻകറി കഴിച്ചിട്ടുണ്ട്, തേങ്ങ അരയ്ക്കുന്നതും മുളകിട്ടതും ഒക്കെ. പക്ഷെ ഇത് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മീൻകറിയാണ്. ഇത് എൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊടംപുളി, തൊണ്ടൻമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കരിവേപ്പില, ഒരു ടൊമാറ്റോ വലുതായിട്ട് അരിഞ്ഞത്, മീൻ 250 ഗ്രാം, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഒരു 2 ടീസ്പൂൺ, 4 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളകും വറുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം കടുക് താളിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഉലുവ വേണം, അത് നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ തന്നെ എണ്ണയിലിടുന്നതാണ്. പിന്നെ വെള്ളം 2 കപ്പ് വേണ്ടി വരും. പിന്നെ ഉപ്പ്, നാടൻ മീൻകറി ആയത് കാരണം പച്ച വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മീൻചട്ടി അടുപ്പത്ത് വയ്ക്കുക, 3 സ്പൂൺ എണ്ണ ചേർക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഉലുവ ചേർക്കുക. ഉലുവ ഒന്ന് അല്പം നിറം മാറണം. അതിനുശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ നിറം ബ്രൗൺ ആയി. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ കരിവേപ്പിലയും കൂടെ ചേർക്കുക. ഇനി ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി അല്പം വാടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഉള്ളിയുടെ നിറം ഒരല്പം കൂടെ ചുമന്ന് വരുന്നവരേക്കും വഴറ്റാം. ഉള്ളി ഒരു ചുമന്ന നിറമായി. ഇനി തൊണ്ടൻ മുളകും ഒരു ടൊമാറ്റോ വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. മീൻകറി റെഡിയാവുമ്പോഴും നമുക്ക് ഈ ടൊമാറ്റോ അതിൽ കിടക്കുന്നത് കാണാൻ പറ്റും. ടൊമാറ്റോ ഒത്തിരി ഉടഞ്ഞ് മീൻകറിയിൽ ചേരേണ്ട ആവശ്യമില്ല. ആ തൊണ്ടൻ മുളകിനൊപ്പം തന്നെ വലുതായിട്ട് കിടക്കണം. 4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ഒരു പാത്രത്തിൽ വറുക്കുക. ബ്രൗൺ നിറം ആകുന്നവരേക്കും വറുക്കണം. അതിനുശേഷം 1 കപ്പ് വെള്ളത്തിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിനി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും വറുക്കുന്നത് കാരണം ഈ മീൻകറിക്ക് ഒരു വറുത്തരച്ച മീൻകറിയുടെ രുചി വരും. ഇതിനകത്ത് നമ്മൾ അല്പം പോലും തേങ്ങ ചേർക്കുന്നില്ല. കറി നന്നായി തിളച്ച് പറ്റി വരുമ്പോൾ നല്ല കുറുകിയ ചാറായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇത് നമുക്ക് തുറന്നു വെച്ച് തന്നെ എണ്ണ തെളിയുന്നവരേക്കും ഇതൊന്ന് വേവിക്കാം. എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം ഏകദേശം 2 കപ്പ് വെള്ളം ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ ചാറ് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, നിങ്ങൾക്ക് ഇതേ കാണാമല്ലോ. അതുമാതിരി തന്നെ മുളകും അല്പം പോലും ഉടഞ്ഞു പോയിട്ടില്ല. തീ അല്പം കൂട്ടി വയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കറി തിളച്ച് വരുന്നതായിരിക്കും. മീൻ കറി നന്നായിട്ട് തിളയ്ക്കുന്നു. ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിത് 250 ഗ്രാം മീനിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മീൻ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ അളവ് അല്പം കൂടെ കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ്. ഏകദേശം ഒരു 10-15 മിനിറ്റായിട്ട് മീൻകറി തിളക്കിയാണ്. ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് നോക്കാം. ഇത് കറക്റ്റാണ്. ഇനി ചട്ടിയിലിരുന്ന് തന്നെ കുറച്ച് സമയം തിളയ്ക്കുന്നത് കാരണം ഒന്നുകൂടെ കറി ഒന്ന് പറ്റി വരും. ഇനി കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്, ആ കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം കടുക് താളിച്ചില്ല, അത് കാരണമാണ് അവസാനം കടുക് താളിക്കുന്നത്. ആദ്യം എണ്ണയിൽ ഉലുവ മാത്രമാണ് ചേർത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. നമ്മൾ അവസാനം കടുക് താളിച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ആ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ലാസ്റ്റ് കടുക് താളിച്ച് ചേർക്കുമ്പോൾ. ഇനി ഓഫ് ചെയ്യാം. ഇനി ചട്ടിയിലിരുന്ന് തന്നെ കുറച്ച് സമയം പറ്റുന്നതായിരിക്കും. ഇനി വേറൊരു സർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റുകയാണ്. കൊറിയൻഡർ, പെപ്പർ, ഫിഷ് കറി ഞാനൊരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി. ചട്ടിയിരുന്ന് തന്നെ മീൻ കറി ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. തൊണ്ടൻ മുളകും ടൊമാറ്റോ ഒന്നും അധികം ഉടഞ്ഞു പോയിട്ടില്ല. നമുക്കത് പ്രത്യേകം കാണാൻ പറ്റും. അത് മീനിനോടൊപ്പം തന്നെ കഴിക്കാൻ വളരെ നല്ല രുചിയാണ്.
അങ്ങനെ കുറച്ച് ചേരുവകൾ ഉണ്ടാക്കുന്ന നമ്മുടെ കൊറേണ്ട പെപ്പർ ഫിഷ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നതായിരിക്കും. എല്ലാവർക്കും ഈ മീൻകറി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ